NRI വാർത്തകളിലേക്ക്. ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യം. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലാണ് ട്രംപിന്റെ സന്ദർശനം. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ആദ്യ വിദേശയാത്രയാണിത്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾ പ്രസിഡന്റ് ട്രംപിനുണ്ട്. US കമ്പനികളിൽ $1 ട്രില്യൺ നിക്ഷേപിക്കാമെന്ന് സൗദി അറേബ്യ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതോടൊപ്പം സുരക്ഷയും വ്യാപാര ബന്ധങ്ങളും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ആദ്യമായി പ്രസിഡന്റായ 2017 ട്രംപ് നടത്തിയ ആദ്യ വിദേശ സന്ദർശനം സൗദിയിലേക്കായിരുന്നു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള US-ന്റെ ശ്രമങ്ങളിൽ സൗദി പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ട്രംപിന്റെ സൗദി സന്ദർശനം നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UK വിസയ്ക്കുള്ള വർദ്ധിപ്പിച്ച നിരക്കുകൾ നിലവിൽ വന്നു. ഇന്ത്യക്കാർക്ക് 6 മാസത്തെ വിസ ഫീസ് 13,400 രൂപയാക്കി. ഇന്ത്യ, പാകിസ്ഥാൻ, നൈജീരിയൻ പൗരന്മാർക്ക് ആവശ്യമായ സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയുടെ ഫീസ് 12,790 രൂപയിൽ നിന്ന് 13,462 രൂപയായി വർദ്ധിച്ചു. ദീർഘകാല സന്ദർശക വിസകളിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് 6 മാസത്തെ വിസ ഫീസ് 14,000 രൂപയായി വർദ്ധിപ്പിച്ചു. 2 വർഷത്തെ സന്ദർശക വിസയ്ക്കുള്ള ഫീസ് 50,350 രൂപയായി. നേരത്തെ 45,792 രൂപയായിരുന്നു. 5 വർഷത്തെ വിസ ഫീസ് 81,726 രൂപയായിരുന്നത് 89,888 രൂപയായി. 10 വർഷത്തേത് 1,02,278 രൂപയിൽ നിന്ന് 1,12,254 രൂപയായും വർദ്ധിച്ചു. വിസരഹിത രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കുള്ള ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നിരക്കും മുമ്പ് 1,060 രൂപ ഫീസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 1,696 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെതർലൻഡുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തും. രാജ്യത്ത് സന്ദർശനം നടത്തുന്ന നെതർലൻഡ്സ് വിദേശകാര്യമന്ത്രി കാസ്പർ വെൽഡാം വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, നവീകരണം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ വെൽഡ് ക്യാമ്പുമായി ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ജലം, കൃഷി, ആരോഗ്യം, സുരക്ഷ തുടങ്ങിയ പരമ്പരാഗത മേഖലകൾക്കൊപ്പം സെമി കണ്ടക്ടറുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, പുനരുപയോഗ ഊർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയിലെ സഹകരണത്തിലുള്ള പുതിയ വഴികളും ഇരുവരും സംസാരിച്ചു. വെൽഡ് ക്യാമ്പിന്റെ സന്ദർശനം ഈ മേഖലകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഉഭയകക്ഷി സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 75 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഇന്ത്യ നെതർലൻഡ്സ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലും ഈ സന്ദർശനം പ്രധാനമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിലെ മണി എക്സ്ചേഞ്ചുകളുടെ മേൽനോട്ടം സെൻട്രൽ ബാങ്ക് ഏറ്റെടുത്തു. മന്ത്രിസഭയുടെ ഉത്തരവ് പ്രകാരമാണ് തീരുമാനം. കഴിഞ്ഞ ജൂൺ 11 ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. പുതിയ നടപടികൾ സ്വീകരിക്കണമെന്ന് എല്ലാ മണി എക്സ്ചേഞ്ചുകൾക്കും നേരത്തെ തന്നെ കേന്ദ്ര ബാങ്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിലവിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലായിരുന്നു മണി എക്സ്ചേഞ്ചുകൾ. ഇനി രാജ്യത്തെ എല്ലാ മണി എക്സ്ചേഞ്ചുകളുടെയും നിയന്ത്രണം സെൻട്രൽ ബാങ്കിനായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നുസ്ക് ആപ്ലിക്കേഷനിലൂടെയും ഓൺലൈനായും ഈ വർഷത്തെ ആഭ്യന്തര തീർത്ഥാടകർക്കുള്ള ഹജ്ജ് പാക്കേജുകൾ പ്രഖ്യാപിച്ച സൗദി അറേബ്യ. നേരത്തെ ഹജ്ജ് നിർവഹിക്കാത്തവർക്കാണ് മുൻഗണന. രാജ്യത്തിനുള്ളിലെ പൗരന്മാർക്കും താമസക്കാർക്കും എളുപ്പത്തിൽ ഹജ്ജ് ബുക്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനാണ് പാക്കേജുകൾ പ്രഖ്യാപിച്ചതെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. പാക്കേജുകൾ വാങ്ങുന്നതിനും അവലോകനം ചെയ്യുന്നതിനും നിർബന്ധിത മെനിഞ്ചൈറ്റിസ് വാക്സിനേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് മൈ ഹെൽത്ത് ആപ്ലിക്കേഷനിലൂടെ നിശ്ചയിക്കാവുന്നതാണെന്നും മന്ത്രാലയം പറഞ്ഞു. ന്യൂസ്ക് ആപ്ലിക്കേഷൻ ബുക്കിംഗിനും പേയ്മെന്റിനുമുള്ള വിവിധ ഓപ്ഷനുകൾ നൽകുന്നു. ഹജ്ജ് വസ്ത്രങ്ങൾ, വ്യക്തിഗത ഇനങ്ങൾ മുതലായവ വാങ്ങുന്നതിനും അവരുടെ പാക്കേജുകൾക്കുള്ളിൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും സാധിക്കും. ഇത് തീർത്ഥാടകർക്ക് പുതിയ അനുഭവം നൽകുന്നതാണെന്നും മന്ത്രാലയം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.